ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും BJPയും അമിത്ഷായൊക്കെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ചില വർഷങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ സഞ്ചരിച്ചു. ചില വർഷങ്ങളിൽ മതപരമായിട്ടുള്ള വർഗീയത പടച്ചുവിട്ടുകൊണ്ട് മുന്നോട്ട് പോയി. ഈ ലാസ്റ്റ് വന്ന വർഷം ഒരു അമ്പലത്തിൻ്റെ പേരിലും ബാബരി മസ്ജിദ് തകർത്തിട്ട് വന്ന ഒരു അമ്പലം എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ ഇവർ ഒരു 400 സീറ്റ് കരസ്ഥമാക്കി ഒരു എതിർ സംസാരമില്ലാതെ, എതിർ സൗണ്ട് ഇല്ലാതെ, ശബ്ദമില്ലാതെ ഭരിക്കാം എന്നുള്ള തലത്തിലേക്ക് വന്നപ്പോഴാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റവുമായിട്ട് ഇന്ത്യ സഖ്യം വരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷമായിട്ട് ലോക്സഭയിൽ ഇന്ത്യ സഖ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ചിലരുടെയൊക്കെ കീഴ്വഴക്കങ്ങൾക്ക് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന അവർക്ക് ഘടകകക്ഷികളായിട്ട് കുറച്ച് സീറ്റുകൾ കൊടുത്ത് സഹായിച്ച ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് 60,000 കോടി രൂപ വാങ്ങിയെടുത്തു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അവരുടെ ബജറ്റിൽ 60,000 രൂപ കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ, അതുപോലെ ഒടുക്കം നരേന്ദ്രമോദിയും BJP അത് അംഗീകരിക്കുകയും 60,000 രൂപ കൊടുക്കുകയും ചെയ്ത ഒരു സംഭവമാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അതിന് തൊട്ട് ശേഷമാണ് ഇതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ബീഹാറിലെ നിതീഷ് കുമാർ 30,000 കോടി ചോദിച്ചു. അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അല്ലാതെ ഉള്ള വികസന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 30,000 കോടിയാണ് പിന്നീട് നിതീഷ് കുമാർ ചോദിച്ചത്. ചന്ദ്രബാബു ചോദിച്ചതിൻ്റെ കൂടെ തന്നെ കുറച്ച് ദിവസങ്ങൾ ഡിഫറൻസിൽ തന്നെ നിതീഷ് കുമാറും പൈസ ചോദിച്ചു. അത് നരേന്ദ്രമോദി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. അപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളടങ്ങളിൽ നടക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്രബാബു നായിഡു ഓരോ കാര്യങ്ങൾ വെച്ച് വാങ്ങിയെടുക്കുകയാണ്. സംസ്ഥാനത്തിന് സ്പെഷ്യലായിട്ടുള്ള ഒരു പദവി, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇനി വരാനുള്ള പദ്ധതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു ചന്ദ്രബാബു നായിഡു. നിതീഷ് കുമാർ മറ്റൊരിടത്ത് ചോദിച്ചിട്ട് കിട്ടാതെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുന്നു. ഇവർ രണ്ടുപേരിലും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ളത് ചന്ദ്രബാബു നായിഡുവിനാണ്. അതുകൊണ്ട് തന്നെ പരിഗണനയും കൂടുതലായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ BJPയും നരേന്ദ്രമോദിയും ചന്ദ്രബാബു നായിഡുവിനാണ്. അപ്പോൾ ദിനം പ്രതി ഇതുപോലുള്ള വിലപേശലും ഒരുപാട് സീറ്റുകൾക്ക് വേണ്ടിയുള്ള കടിപിടിയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. സീറ്റുകൾ ഏകദേശമൊക്കെ ധാരണയായതിനു ശേഷം ഇനി അങ്ങോട്ട് അവരുടേതായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് വേണ്ടുള്ള ഫണ്ടുകൾ, അവർ ജനങ്ങൾക്ക് പ്രചാരണ പത്രികയിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫണ്ട് വേണം. അതിനുള്ള കടിപിടുത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അകത്തളങ്ങളിൽ വലിയ പൊട്ടിത്തെറികൾ ദിനംപ്രതി നടക്കുന്നുണ്ട് ഇടങ്ങളിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കർണാടകയിൽ MP അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെ അവഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മളൊരു വാർത്ത കേട്ടു. അപ്പോൾ അങ്ങനെ ദിനംപ്രതി ഓരോ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും BJPയും. ഇവരൊക്കെ ചോദിക്കുന്നതിനെല്ലാം മറുപടിയും കൊടുക്കണം, ഇവരൊക്കെ ചോദിക്കുന്നത് വാരിക്കോരി കൊടുക്കുകയും വേണം എന്നുള്ള തലത്തിലേക്ക് പോകുമ്പോൾ ഭാവിയിൽ NDA സഖ്യം താഴെ വീഴും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 5 കൊല്ലം പോലും പൂർത്തീകരിക്കത്തില്ല എന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് കറക്റ്റ് കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും നമുക്ക് പോകും വഴി ഇനി അങ്ങോട്ട് ആരൊക്കെയാണ് പണം ചോദിച്ചു വരുന്നത്? നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ നിന്നും ശിവസേനയുടെ ഒരു വിഭാഗം ഇപ്പോഴും പിണങ്ങി നിൽക്കുകയാണ്. അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കറിയാം. ഇപ്പോൾ ഭാവിയിൽ നമുക്ക് അവരിൽ നിന്നും ചില വിയോജിപ്പുകൾ കണ്ട് അവർ പാർട്ടി വിട്ട് NDA സഖ്യം വിട്ട് പുറത്തു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാലും നമുക്ക് വഴിയെ മനസ്സിലാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.